എന്താണ് എനിക്ക് പറ്റിയത്? മാഷേ, മരുന്ന് തീരാറായി. ഇനി നമ്മൾ എന്താ ചെയ്യുക? കഴിഞ്ഞ ആഴ്ചയല്ലേ മരുന്ന് വാങ്ങിയത്, അത് എത്ര പെട്ടെന്ന് തീർന്നോ? ഇന്ന് രാത്രിക്കും കൂടി കഴിക്കാനേ ഉള്ളൂ. എന്തായാലും വഴിയുണ്ടാവും. എൻ്റെ അക്കൗണ്ടിലെ പൈസയും തീർന്നല്ലേ. മാഷേ, ഇത് നൂലുകൊണ്ട് കെട്ടിയതല്ലേ, തൽക്കാലം നമുക്ക്. എന്തോടാ നീ പറഞ്ഞത്? അത് താലിയല്ലേ? ഇതെന്റെ കഴുത്തിലില്ലെങ്കിലും ഞാൻ മാഷ കൂടെയല്ലേ. ഇത് വിൽക്കാനോ? മാഷേ, ഇത് പണയം വെച്ചിട്ട് ആരെ കൊണ്ടാ ഇത് എടുക്കാനാവുക? അതൊക്കെ വേണോടോ. വയ്യാണ്ടിരിക്കുന്ന മാഷക്ക് മരുന്ന് വാങ്ങില്ലേ? മാഷേ, എന്തെങ്കിലും ഒന്ന് പറ. ഇത് വിറ്റ് കിട്ടുന്ന പൈസ തീർന്നാൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും? പിന്നെ എനിക്കറിയില്ല മാഷേ. എത്ര കാലമായി നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നീ ഇങ്ങനെ കഷ്ടപ്പെടില്ലായിരുന്നു. ഇത്ര ക്രൂരമായിട്ടാണോ ദൈവം എന്നെ പരീക്ഷിക്കുന്നത്? മടുത്തടോ. ഒരു ജീവച്ഛവമായിട്ട് എത്ര കാലം ഇങ്ങനെ കിടക്കണം. ചിലപ്പോ തോന്നും നമുക്ക് രണ്ടുപേർക്കും ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ എന്ന്. എൻ്റെ കൂടെ വന്നിട്ട് ഒരിത്തിരി സന്തോഷം പോലും നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ. പേരിന് ഞാനും ഒരു മാഷ. എത്ര കാലമായി നീ എന്നെ പോറ്റി വളർത്തും. നിന്നെ പോറ്റി വളർത്തേണ്ട ഞാനിങ്ങനെ. തനിക്ക് എൻ്റെ കൂടെ വരേണ്ടിയിരുന്നില്ല അല്ലേ? നിന്റെ ജീവിതവും എങ്ങനെ നരകിച്ച്. അങ്ങനെയൊന്നും പറയല്ല മാഷ.
വീടല്ലേ? അതെ, വനമാഷം വീടാ. ഉണ്ടോ? ഉണ്ട്, കയറിയിരിക്കും. മാഷ എവിടെ? തടുത്ത് കിടക്കുക. ഓക്കെ, കാണാം. മാഷ് നല്ല ഉറക്കത്തിലാണെന്നാ തോന്നുന്നേ. മാഷ് ഇപ്പൊ കഞ്ഞി കുടിച്ച് കിടന്നിട്ടേ ഉള്ളൂ. ഞാൻ വിളിക്കാം. വേണ്ട, ഉറങ്ങിക്കോട്ടെ, ഞാൻ അവിടെ നിൽക്കാം. അതൊന്നും സാരമില്ല, ഞാൻ വിളിക്കാം. മാഷേ, 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 മാഷെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ചന്ദ്രനോ? വേണ്ട മാഷെ, മാഷെ കണ്ടോ? ഞാൻ ഒന്ന് ബുദ്ധിമുട്ടായ മാഷെ? എന്ത് ബുദ്ധിമുട്ടടോ? കൊറേ കാലത്തിന് ശേഷമാണ് ഒരാളിങ്ങോട്ട് കേറി വരുന്നത്. എന്താ മാഷെ? ഞാനൊരു വരുത്തനല്ലടോ. ഞാൻ ഇവിടെ ഈ വീട്ടിലെത്താൻ ഞങ്ങൾ ആരറിയാം, ഒരു പാഴ് ജന്മങ്ങൾ ഞങ്ങൾ. എന്താ മാഷെ ഇതൊക്കെ? മാഷെ, ഇത്രയൊക്കെ മരുന്നുകൾ, ഇതൊക്കെ എന്തിനാ മാഷെ? അതൊക്കെയാടോ എൻ്റെ ജീവൻ നിലനിർത്തണം. അല്ലെങ്കിലും ഇങ്ങനെ കിടന്ന് ജീവിക്കണം എന്തിനാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്തൊക്കെയാ മാഷെ പറയണേ? ഒന്നും വേണ്ടിയിരുന്നില്ലടോ ഇതൊക്കെ അനുഭവിക്കാൻ. ഇവളെന്ത് തെറ്റാ ചെയ്ത്? എന്താണ് മാഷെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചേച്ചിയെ വിഷമിപ്പിക്കണേ? വർഷം എത്രയായിടോ ഞാൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. എന്നെ നോക്കി നോക്കി അവൾക്കും വയ്യാണ്ടായി. വല്ലാത്ത ഒരു കഷ്ടം. മാഷെ, ലീവ് എടുത്താ പോരായിരുന്നോ? എന്തിനാ ജോലി രാജിവെച്ചേ? പ്രതീക്ഷയുള്ളതെന്നല്ലടോ ലീവ്. അല്ലെങ്കിലും ഒരധ്യാപകൻ ലീവ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളോട് ചെയ്യുന്നൊരു ചതിയല്ലടോ. മാഷെ, ഇപ്പൊ വീട്ടു ചെലവുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണു? അതോ അതെങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പോകുന്നു. ദൈവത്തിൻ്റെ കൃപ. പെൻഷനെങ്കിലും കിട്ടൂലായിരുന്നോ? ചന്ദ്ര, സർക്കാർ ഉദ്യോഗം എന്ന് വെച്ചാൽ സമൂഹം കാണുന്നത് വലിയ ശമ്പളം വാങ്ങുന്നവരെന്നാണ്. അതിലും ഉണ്ടടോ എന്നെപ്പോലെ കുറേ ദരിദ്ര നാരായണന്മാർ. കേവല ശമ്പളം കൊണ്ട് നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാത്ത കുറേ ആളുകൾ. ചായ, മാഷിക്ക് ചായ എടുക്കണം. വേണ്ട ചന്ദ്ര, നീ കുടിക്കേ. മാഷെ, ഞാൻ ഇറങ്ങട്ടെ. മാഷിക്ക് മരുന്ന് എന്തെങ്കിലും വാങ്ങിക്കാനില്ല. വേണ്ട, മാഷെ വെക്കാ? വേണ്ട, ഇരിക്കട്ടെ, മരുന്ന് എന്തെങ്കിലും വാങ്ങിക്കാമോ? ഞാൻ വരട്ടെ മാഷെ. ചന്ദ്ര, അതൊന്നും വേണ്ടായിരുന്നു. കുഴപ്പമില്ല മാഷെ, നീ വന്ന് കണ്ടല്ലോ. കുഴപ്പമില്ല, വലിയ കാര്യം. കുഴപ്പമില്ല, ഇരിക്കട്ടെ. മാഷെ അയാളെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. അവൻ എൻ്റെ ഒരു പഴയ വിദ്യാർത്ഥിയാണ്. അതൊന്നും ശരിയല്ലടോ. ഒരു വിദ്യാർത്ഥി അവൻ ആരാണെന്ന് അവൻ സ്വയം പറയണം. അല്ലെങ്കിൽ അവൻ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ വിഷമം. അവൻ നന്നായിട്ടുണ്ടാവുമോ? നന്നായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവൻ എന്നെ കാണാൻ വരില്ലല്ലോ. ദിവസം കിടന്നോളി. വേണ്ട, ഞാൻ കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ. പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ച്.
അല്ല എന്താ തീരുമാനം? നമ്മളെ വാർഡ് കൊടുക്കാൻ പറ്റിയോ? വാർഡ് മുഴുവൻ കൊടുക്കാന്നൊക്കെ പറയാല് നമ്മളിപ്പോ കഴിയും. ആകെയുള്ള ഒരു 8-10 മെമ്പർമാരെ മതി. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങിയെന്നുള്ളതിന്റെ പേരിൽ നമ്മൾ നിർത്തലാക്കിയിട്ട് ചെയ്യാണ്. എന്റെ അഭിപ്രായത്തില് ഏറ്റവും പാവപ്പെട്ടവർക്ക് കൊടുക്കുക നല്ലത്. ചങ്ങായി, നമ്മളെ വാർഡിൽ 1500 ആൾക്കാരുണ്ട്. എല്ലാവരും കൂടി കൊടുക്കാൻ കഴിയോ? നമ്മളെ ലിസ്റ്റിൽ കുറച്ച് ആൾക്കാരാണ്ട് ഒഴിവാക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. പിന്നല്ലാതെ നമ്മളെ ഉള്ള പൈസ എന്നുള്ള നമ്മളെ മൂസക്കുട്ടിന്റെ സേവിങ്സിന് നമ്മൾ കുറച്ച് പൈസ കൊടുത്തത്, അതിന്റെ ബാക്കി നമ്മൾ എടുത്തേ ഉള്ളൂ. അതൊക്കെ ശരി തന്നെയാണ്. നമ്മളെ ക്ലബിന്റെ വാർഷികത്തിന് എല്ലാ പ്രാവശ്യവും കൊടുക്കണല്ലേ, കൊടുക്കാൻ പറ്റുമോ? നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ സ്റ്റോക്ക് ഉള്ളത് അത് കൊടുക്കാം. ഏതായാലും നമ്മളെ വാർഷികം വരുന്നുണ്ട്, അതിന് സ്റ്റേജിൽ നിന്ന് ബാക്കിയുള്ളവർക്കാണ് കൊടുക്കാൻ പറയാം. മതി. ഞാൻ വീട്ടിൽ പോയി വന്നാലേ എന്താണോ എന്ത് പറഞ്ഞാലുണ്ടോ വാണിക്കൊരു പേര് ഞങ്ങൾക്കൊന്നും പേരൊന്നും ചെയ്യും. കയ്യൊന്നും വിട്, എല്ലാവരും കൂടി പോവാം. എല്ലടോ, നമ്മളാ ബാലമാശ വീട്ടിലേ കിറ്റ് കൊടുക്കാത്ത വളരെ മോശമായി പോയി. എന്താ അയാളൊരു മാഷല്ലടോ? മാഷൊക്കെ തന്നെയാണ്, പക്ഷെ ഇപ്പൊ അയാൾ സൂല്യ കിടക്കണ. ഷെഫീക്ക, ഈ എന്താ ഈ പറയണേ? മാഷന്മാരൊക്കെ പണിയെടുക്കാതെ ശമ്പളം വാങ്ങുന്ന ആൾക്കാരാണ്. അങ്ങനൊന്നും പറയരുത്, ഇതൊക്കെ നമ്മളെ ആൾക്കാരൊരു കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. അതുകൊണ്ടാവൂലേ ഈ മാഷാകുന്നത്. നമുക്ക് രണ്ടാളും ചോദിച്ചല്ലോ, മാസ്റ്റർമാരില്ലേ നമ്മളൊക്കെ നാട്ടിലെ അവസ്ഥ എന്താവും? നമ്മള് കള്ളന്മാരും തെമ്മാടികളും ആവും. ഓ പിന്നെ മാഷന്മാരില്ലെങ്കിൽ നമ്മൾ പണിയെടുത്ത് ജീവിക്കൂടൂ. കൂലിപ്പണി എടുത്തേം ജീവിച്ചൂടെ നമുക്ക്? കൂലിപ്പണി എടുത്താണ്ടൊക്കെ ജീവിക്കും, പക്ഷെ സംസ്കാരം ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. കുട്ടികളെ നേർവഴിക്ക് നടത്താൻ അധ്യാപകർക്ക് നല്ലൊരു പങ്കുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും പറഞ്ഞാണ്ടേ നമ്മൾ നേരം പോക്കണ്ട. ക്ലബിന്റെ വാർഷിക വരുന്നേ, ഒരുപാട് കാര്യം ചെയ്യാണ്ട്. എനിക്ക് അങ്ങാടി തന്നെയല്ല വരുന്നത്. ആ ചെങ്ങായി കുളിക്കലൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്. എവിടുന്ന് വരുന്നതാണ്? ഒരു ദിവസം എടുത്തുകൂടെ പോയിട്ടേ ഭയങ്കര നാറ്റ ചെങ്ങനെ. അത് കുറേ ദിവസമായി ചങ്ങനെ ഇവിടെ കാണാൻ തുടങ്ങിയിട്ട് എവിടെ ഒരു കൊടുത്തില്ല. കാരണം ഭ്രാന്ത് ഹോസ്പിറ്റലിന്റെ പൂരാന്ന് എനിക്ക് സംശയം. ആർക്കറിയാം, ആരെയും തച്ചു വന്നാണ് നാടിട്ട് പോകുന്നാണെങ്കിലോ? ഈ കോലത്തിലോ? കോലൊന്നും ഒരു പ്രശ്നമല്ലടോ. അത് പറയാൻ പറ്റില്ല. പല കോലത്തിലും പല കള്ളപ്പോലും പല സൂസും കോട്ടൊക്കെ ഇട്ട് നടക്കണ. അങ്ങനെ തീർത്തൊന്നും പറയണ്ട. ഇങ്ങനെ ഭ്രാന്തന്മാരായി നടക്കണോലൊക്കെ ഭ്രാന്തന്മാരായിക്കോണമെന്നില്ല. വല്ല CID പോലീസാണോന്ന് അറിയില്ലല്ലോ. കണ്ടിട്ടൊരു പാവാണ് തോന്നുന്നുണ്ട്. പാർസല് ബിരിയാണി ആക്കാം. കൃഷിയൊക്കെ എന്താ ഇപ്പൊ കച്ചവടത്തിനൊക്കെ പാട്? നല്ല ചൂടാണ്, ആൾക്കാരൊന്നും വല്ലാതെ പുറത്തിറങ്ങിയിരിക്കുക. നല്ല ഫുഡാണ് കൊടുക്കുന്നത്. പിന്നെ പ്രാവശ്യം വന്നോണ്ട് സ്ഥിരമുള്ള കസ്റ്റമർ എന്തായാലും വരില്ലേ? പണിക്കാരും ഉണ്ടോ? ചേഞ്ച് ഇല്ല.
ഓക്കെ നീ വഴി ഒന്ന് പിടിക്കും മാഷേ എന്താ മോനെ ചന്ദ്ര അത്? എന്നും കഞ്ഞിയല്ലേ കുടിക്കാറുള്ളത് മാഷേ, ഇതൊന്ന് കഴിക്കൂ. ഇതൊന്നും വേണ്ടായിരുന്നു. കുഴപ്പമില്ല മാഷേ, ഇന്ന് കഴിക്കൂ. കുറെ കാലായി കേട്ടില്ലേ? പറ്റിയതാണ്. നമ്മൾ കൊല്ലണ അടിച്ചതല്ല, അതിന്റെ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. എന്താ കാട്ടുന്നത്? എന്താ പറയണേ? നമ്മൾ പറ്റിപ്പോലെ ചെയ്തു പോയില്ലേ? പറ്റിപ്പോയതല്ലേ, നമ്മളൊന്നും കാട്ടിയല്ലോ. എന്താ ചെയ്യണെന്ന്? എന്താ ചെയ്യാ?
കഴിഞ്ഞിട്ട് വീഡിയോ കിട്ടിയാ അയ്യോ വീട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല സ്കൂൾ ബസ് ആയതുകൊണ്ട് വീട് നോക്കാൻ പറ്റില്ല. വീടില്ല അവിടെ അല്ലേ? വീടില്ല. പൈസൊക്കെ ഉണ്ടല്ലോ അല്ലേ? വീടില്ല ചായ വെള്ളം തണുത്ത വെള്ളം നീ വേണമെങ്കിൽ നമുക്ക് കുടിക്കാം. പ്രശ്നമാണ്. അയ്യന്റെ കുട്ടിയെ എന്ത് പണികൾ കാണിച്ചത്? അജര് പറ്റിപ്പോയി അജര്. ഇനിയിപ്പോ അതിനെ പറ്റി പണ്ടിപ്പോ എന്താ ഇതിനെ പറ്റിപ്പോയി ഞങ്ങൾ പറഞ്ഞു. നമ്മളെ നാട്ടില് ഇമ്മാതിരി മനുഷ്യന്മാരുടെ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മാസമല്ല അജര്. എന്താ ഈ കഷ്ടപ്പാടൊന്നും ചെയ്യാൻ വിചാരിച്ചു വേണ്ടത്ര അന്വേഷണം നടത്തിയുമില്ല. ശരിയാണ്, ഇവിടുത്തെ ഒരു വോട്ട് തന്നെയാണത്. ഈ നാട്ടിലൊരു മെമ്പറില്ലേ, ഓനക്ക് എന്തെങ്കിലും ഈ കാര്യത്തിന് തീരുമാനം എടുത്തൂടെ? ഈ നാട്ടുകാരെ വോട്ട് വാങ്ങി ജയിച്ചിട്ടാണ്ട് പോയിട്ട് എന്തെങ്കിലും ആവും ഇവിടെ ചെയ്യണ്ടോ? ഉമ്മായി ലക്ഷണ കേട്ട ഹംക്കിങ്ങൾ. ഞങ്ങളെ ക്ലബ് അംഗങ്ങൾ ഞങ്ങൾക്ക് കഴിയാവുന്നൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പരിധിയില്ല ഇപ്പൊ ഇതിനൊക്കെ. സെക്രട്ടറി നിൽക്കി അറിയുന്നോളി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ക്ലബിൻ്റെ ഒരു സെക്രട്ടറി ആണ്, നിങ്ങൾക്കും ഇല്ല ലാസ ഉത്തരവാദിത്വം. ഞങ്ങളൊക്കെ കൂലിപ്പണിക്കാരല്ല അയ്യര്. നമുക്കില്ലേ കുട്ടികളും മക്കളൊക്കെ. അതിന് വല്ലതും മിച്ചം കിട്ടിയിട്ട് വേണ്ടേ നമുക്ക് ഈ പൊതുകാര്യങ്ങളൊക്കെ ചെയ്യാൻ. നിങ്ങൾ ചെയ്യണ കാര്യമൊക്കെ നല്ല തന്നെയാണ്. അതിന് നിങ്ങൾക്ക് പഠിച്ച ഭാഗത്തുനിന്ന് കൂലിയും കിട്ടും. നിങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ഈ കാര്യത്തിൽ മുന്നിട്ട് ഇറങ്ങിയാണ്ട് ചെയ്യണം. പൈസൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോഴുള്ള ആൾക്കാരെ പോയി കാണിങ്ങൾ ഓലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. എന്തായാലും നിങ്ങൾ ബാക്കോട്ട് നിൽക്കരുത്. ആചേരി നാട്ടിൽ കുറേ ചായറ്റൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. ഇനിയിപ്പോൾ ഇതിനും കൂടി നിങ്ങളൊന്ന് ബുദ്ധിമുട്ടിക്കട്ടെ വെച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത്. എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ നോക്കണ്ട. എനിക്ക് കൊല്ലത്തിൽ നല്ലൊരു സംഖ്യ വരുമാനം വരുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് പൈസ അടുത്ത് മാറ്റി വെക്കണം പാവപ്പെട്ട ആൾക്കാർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട്. ഈ വിവരം ഞാൻ മുൻകൂട്ടി അറിയുകയാണെങ്കിൽ അതിൽ നിന്നൊരു സംഖ്യ ഞാൻ നിങ്ങൾക്കും തന്നീനി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആചാര്യങ്ങൾ വർക്കാൻ പറഞ്ഞിരുന്നാൽ മതിയോ? പോണ്ടേ? ഇക്കടോ ഞാൻ നമ്മളെ ചെക്കനെ വിളിച്ചിരുന്നു ഓട്ടോ ചെയ്യും. അപ്പോൾ വണ്ടിയിട്ട് പോയി ആ വന്നാണ്ട് പോയ വഴി പൊരിഞ്ഞ പേരിൽ താരക്കാൻ നടക്കാൻ കഴിയുക. ഇതിൻ്റെ കാര്യം വേണ്ട, പുറത്തിറങ്ങാൻ വയ്യാതായിട്ട് കാര്യം കാണുന്നില്ലല്ലോ. അല്ല കുട്ടിയെ, സഞ്ചിയിലെ സാധനങ്ങളൊക്കെ കത്തി വെച്ചിട്ടില്ലേ? അല്ല അത് മതി, ഇനി അവിടെ പോയൊക്കെ അല്ല അറിയാം. 1-2 ആഴ്ചക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിരുന്നു. എനിക്ക് മരുന്നോ ഗുളികയോ വാങ്ങേണ്ടി വന്നാലേ അതിന് കുറച്ച് പൈസ നമുക്ക് കൊടുക്കാം. എല്ലാ കാര്യം തന്നെ വെച്ചാൽ അതിനുള്ള ഗുണം കിട്ടും. തുടച്ചോ കൂടെ തുടക്കും. എനിക്കതല്ല, ആ തെണ്ടി തിരിഞ്ഞ് നടക്കണ ആ പിരാന്തനെ ഓരോ കൂടി തച്ചു കൊല്ലേണ്ട വലിയ ആവശ്യം ഉണ്ടേനു. എന്താ ചെയ്യുക അജയ്? പറ്റിപ്പോയില്ലേ? അതിനവരെ കോടതി റിമാൻഡ് ചെയ്തല്ലോ. ഈ ചോറ് വാങ്ങാനില്ലാത്ത വേദന എന്താ ഓൽക്ക്? ഇനി ഓനങ്ങനെ ചോറും പതിയേറ്റ് പാഞ്ഞും ചെയ്തു. ഒരു നേരത്തെ പള്ളി പൈപ്പിന് വേണ്ടിയിട്ടാണ് എടുത്ത് ഓടിയത്. അത് ഓനെ തിന്നാൻ വേണ്ടിയിട്ടല്ല, ഓനെ പഠിപ്പിച്ച ഓൻ്റെ മാസ്റ്ററിക്കും വേണ്ടിയിട്ടാണ് ആ ചെയ്തത്. അതിനൊരാളെ തച്ചു കൊല്ലല. നിങ്ങൾക്കൊക്കെ ഇതിനെക്കാട്ടി പഠിപ്പും വിവരമൊക്കെ ഇല്ലേ? അതൊക്കെ വളരെ മോശമായി പോയിട്ട്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഓല് ചെയ്തതിനുള്ള ശിക്ഷ ഓല് കിട്ടുകയും ചെയ്തു. നിങ്ങളെ കുണ്ടന്മാർക്കൊക്കെ ഒരു വിചാരം, ഒന്നിന് കഴിയാത്തവനാണ്ട് തച്ചു വന്നാൽ ഓല കണ്ട് പുറത്തിറക്കാനുള്ള ആൾക്കാരുണ്ടാവുന്നുള്ളത്. ഇബലെക്കട്ടിയും തണ്ടും തടിയുള്ള ആൾക്കാർ വേറെ ഉണ്ടാവും ഓല സൈസാക്കാൻ. അതുപോലെ ഒരു പ്രാവശ്യം മനസ്സിലാക്കണം. വണ്ടി ഉണ്ടാക്കി അംഗീകാരം കുട്ടിയെ വണ്ടി വരും. ആ സാധനം എടുത്താ ആ സീറ്റ് വരയിൽ കൊടുത്തോ. ഓല കൊണ്ടുവന്ന് എടുത്താ. എന്താ മാഷേ? ഒന്നുമില്ലടോ.
എന്തിനാ പെണ്ണെ കരയുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം വേണ്ടടോ നമുക്ക്. എന്താ മാഷെ നമ്മളോട് എല്ലാവരും ഇങ്ങനെ? നമ്മൾ ആരോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതങ്ങനെയാടോ. മാഷിന് പേടിയുണ്ടോ എന്തിന്? മരിക്കാൻ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, നീയുമില്ലേ എൻ്റെ കൂടെ. മാഷെ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു നിവൃത്തിയുമില്ല മുന്നോട്ട് ജീവിക്കാൻ. എൻ്റെ മാഷിനെ പോറ്റാൻ എനിക്കൊരു നിവൃത്തിയില്ലാതെ ആയല്ലോ. എന്തൊക്കെയാ നീ പറഞ്ഞ പെണ്ണെ? ഈ ലോകത്തിന് നമ്മളെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്തിനാ ഈ ജീവിതം? നമുക്ക് ആരുമില്ലടോ, നമ്മൾ ഒറ്റയ്ക്ക. പലപ്പോഴും ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചതാ. മാഷെ, നിങ്ങളായിരുന്നു എൻ്റെ ലോകം. നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്കാവില്ല. ഭഗവാനെ, നിങ്ങളോട് ക്ഷമിക്കണേ. അതൊന്നും ആരും കാണാനില്ലല്ലോ. ആ മാഷേ, ഇവിടെ ആരും ഇല്ലേ? മാഷേ, ഹലോ. പോയോ? ചോക്കല്ലേ? കണ്ടില്ല, എല്ലാം ഇല്ലല്ലോ. മാഷേ, മാഷേ, ആരില്ലേ? മാഷേ, എന്താണെങ്കിൽ ഇത്രയും നേരായിട്ട് ഇതൊക്കെ കിടക്കാം. ഇടിച്ചില്ലേ? ഇത്രയും നേരായിട്ട് കിടന്ന് ഉറങ്ങിയാണ്. പക്ഷേ പക്ഷേ നിൽക്കാനായില്ലേ? മാഷേ, എന്തപ്പോ ഈ കുട്ടികൾ രണ്ടും കൂടി കാട്ടിച്ചത്? പക്ഷെ ഇനിയിപ്പോ എന്താ ചെയ്യാ?